ഓല ഷെഡിൽ അന്ന് പ്രവർത്തിച്ച എടവണ്ണയിലെ ജാമിയ മുതൽക്ക് അരീക്കോട്ട സുല്ലം മുതൽക്ക് തിരൂരങ്ങാടിയിലെ കോളേജ് അടക്കം ചിത്രസഹിതം അറബി പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. SSF 73 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യം ഏറ്റെടുത്ത സമരം വഹാബിസത്തിന്റെ പാഠഭാഗങ്ങൾ ഇതിൽ നിന്ന് ഉപേക്ഷിക്കണമെന്നതായിരുന്നു. അന്ന് രാഷ്ട്രീയക്കാര് പറഞ്ഞു 5000-ഓളം വരുന്ന അറബി മുൻഷിമാരുടെ കഞ്ഞിയിൽ പൂഴിവാരിടാണ് SSFകാര്. പക്ഷെ ആ സമരം നമ്മൾ നിർത്തിവെച്ചില്ല. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയപ്പം 83 നായനാർ അധികാരത്തിൽ വന്നപ്പം വന്യരായ ഖമറുൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഈ പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് നായനാരെ എന്നിട്ട് പറഞ്ഞു, നായനാരെ ഇതൊക്കെയാണ് സംഭവം, നിങ്ങൾക്കറിയാലോ ഇവിടെ മഹാഭൂരിപക്ഷം സുന്നികളാ, ആ സുന്നികളെ വേദനിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ്. അയാൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കിയ പി. അങ്ങനെ എന്താ പരിഹാരം ഉണ്ടാക്കിയത്? പാഠപുസ്തക കമ്മിറ്റി പരിഷ്കരിച്ചു. അതിന്റെ ചെയർമാനായി ഖമറുൽ ഉലമയെ തന്നെ നിശ്ചയിച്ചു. അങ്ങനെ AP ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഭാഷ പഠിപ്പിക്കാനുള്ള നിഷ്പക്ഷ അറബി പാഠപുസ്തകങ്ങൾ പിന്നീട് കേരളത്തിൽ വെളിച്ചം കണ്ടത്. ഇങ്ങനെ നമ്മളെ രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കി വഹാബികള് വളരാൻ തുടങ്ങുകയാണ്. അതിൽ തീർന്നില്ല. ഈ അറബി പാഠപുസ്തകങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകന്മാര് വേണം. അധ്യാപകന്മാരെ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഓറിയന്റൽ അറബി കോളേജ് അനുവദിച്ചു. ഒരൊറ്റൊന്ന് സുന്നി മാനേജ്മെന്റിന് കൊടുത്തില്ല. ഒക്കാർക്ക് വഹാബികൾക്ക് എടവണ്ണയിലെ ജാമിയാവട്ടെ, അരീക്കോട്ടെ സുല്ലമാവട്ടെ,